ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പരാതികൾ പരിഭവങ്ങൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അത് പറഞ്ഞു തുടങ്ങിയിട്ട് നാളേറെയായി അതിൽ ഈ അവഗണന അപ്പോൾ എങ്ങനെ അവഗണിച്ചു എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് വളരെ വൈകാരികമായാണ്, തനേഷ് പറഞ്ഞതുപോലെ വൈകാരികമായാണ് സുധാകരൻ അതിനെ സമീപിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർഷികത്തിന് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അനീതിയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഇന്ന് ജി സുധാകരൻ മാത്രമാണ്. സ്മാരകത്തിന്റെ സമയത്തും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. അതെ ക്ഷണിച്ചില്ല. അപ്പോൾ അതിലൊക്കെ ഒരു അനീതി തന്നെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സുധാകരൻ പറയുമ്പോൾ ആ ഘട്ടത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിളിയെങ്കിൽ ഒരുപക്ഷെ വഷളാകില്ലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല പക്ഷെ ആ പോയിന്റ് അസീത പറഞ്ഞില്ല. അതായത് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊന്നും പാർട്ടിയെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം അതിന്റെ ഇടയിൽ ഒന്ന് പറയട്ടെ. അത് അമ്പലപ്പുഴയിൽ നിന്ന് സംസാരിച്ചപ്പോൾ ജി സുധാകരൻ പറഞ്ഞൊരു കാര്യം, ഈ എനിക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളോ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികളോ ഒന്നുമില്ല, ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കമ്മിറ്റിയും ഇല്ല, പകരം UDF എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനപ്പുറം അദ്ദേഹം ജനങ്ങളോട് പറയുന്നത്, ഞാൻ 3 ടേമിൽ നിങ്ങളെ പ്രതിനിധീകരിച്ചു, അന്ന് ഞാൻ രാഷ്ട്രീയം നോക്കാതെ ഈ നാടിന് വേണ്ടി കുറേ കാര്യം ചെയ്തിട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് ഞാൻ തുടരുമെന്നതാണ്. അപ്പോൾ എനിക്കിത് മതി, ഞാൻ ജി സുധാകരന് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഇത്രയും മതി എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതൊന്നും പാർട്ടിയെ ബാധിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് സംഘടനാപരമായി പാർട്ടി വൈസ് അങ്ങനെയുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും സംഘടനാപരമായി അത് അവിടെ സ്വാധീനിക്കില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് കൂടി ചിലപ്പോൾ കിട്ടിയതാകാം. ഒരു പക്ഷേ സുധാകരൻ ഏറെക്കുറെ രാഷ്ട്രീയത്തിൽ അസ്തമിച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ കൂടിയായിരിക്കാം. ഈ 3 പേരുടെ കാര്യമുണ്ടല്ലോ, ജി സുധാകരൻ, ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള 2 പോക്ക്, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുഞ്ഞികൃഷ്ണന്റെ പോക്കാണെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണമാണ് അദ്ദേഹം വളരെ ഗുരുതരമായി ഉയർത്തുന്നത്. അതിൽ മറുപടി പറയാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രാകേഷിന് കാര്യമായ ഒരു മറുപടിയും യുക്തിസഹമായിട്ടുള്ള ഒരു മറുപടിയും പറയാൻ സാധിച്ചിട്ടില്ല. അത് വൈകാരിക വിഷയമാണ്. പക്ഷേ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് കണ്ട്, പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അവിടെ വേവാൻ പോകുന്നില്ല, കാരണം ഇതൊന്നും അവിടെ ഒരു വിഷയമാകാനേ പോകുന്നില്ല. പയ്യന്നൂർ ആ നിലയിൽ ഗ്രിപ്പുള്ള ഒരു സ്ഥലമാണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 2-3 തവണ വിളിച്ചു. നേരത്തെ അസിത പറഞ്ഞത് അപ്പോൾ ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം ഇപ്പോഴായിരുന്നില്ല മുഖ്യമന്ത്രി വിളിക്കേണ്ടിയിരുന്നത്. മാത്രമല്ല ജി സുധാകരൻ പറഞ്ഞത് ഗോപിയും പറഞ്ഞ് ആവർത്തിച്ചിട്ടുണ്ടല്ലോ, അതായത് മുഖ്യമന്ത്രി കൊടുത്ത നമ്പറിൽ നിന്നുള്ള വിളിയായിരുന്നില്ല അത് എന്നുള്ള കാര്യവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അങ്ങനെ ഈ CPIM-ലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒപ്പം നിർത്തണം ജി സുധാകരനെ എന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി MC റോഡ് ഉദ്ഘാടനത്തിന് മങ്കൊമ്പിലെത്തിയ ദിവസമുണ്ടായിരുന്നു. അന്ന് ജി സുധാകരനെ വേണമെങ്കിൽ ഒന്ന് കാണാം. ഒന്നുമില്ലേലും അദ്ദേഹം നേരത്തെ മന്ത്രിസഭയിൽ സഹപ്രവർത്തകനായിരുന്നല്ലോ, CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ, പ്രധാനപ്പെട്ട സംസ്ഥാന സമിതിയിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അതൊക്കെ വെച്ച് വീട്ടിലൊന്ന് കയറി, അതെ, വിഭാഗീയതയുടെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് ആ വീട്ടിലൊന്ന് കയറി ജി സുധാകരനെ കണ്ടു എന്ന് കരുതി പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ജി സുധാകരൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ടാകും CPIM നേതൃത്വവും മുഖ്യമന്ത്രിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് മുഖ്യമന്ത്രി നടത്തിയ ആ പദപ്രയോഗം തന്നെ, അദ്ദേഹത്തെ ചതിയൻ എന്നുള്ള നിലയിൽ ഒരു പദപ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. 2014 NK പ്രേമേന്ദ്രനെതിരെ കൊല്ലത്ത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആ പരാമർശമുണ്ടല്ലോ, എന്നുള്ള പ്രയോഗം, അത് തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞുകൊത്തി എന്നായിരുന്നു അന്ന് CPIM നേതാക്കൾ തന്നെ വിലയിരുത്തിയിരുന്നത്. അതെ. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ പോലും നടത്തുക എന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ അത്രത്തോളം വൈരാഗ്യവും വിദ്വേഷവുമുള്ള ആളുകളോട് പ്രയോഗിക്കുന്ന വാക്കുകൾ കൂടിയാണ് അതിങ്ങനെ ഈ നിലയിൽ പുറത്തു വരുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, മുഖ്യമന്ത്രി അതിൽ മറ്റൊരാളുടെ ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കെ സുധാകരന്റെ കാര്യമാണ്. അവസാന നിമിഷം വരെ അദ്ദേഹം പോകില്ല എന്നുള്ള പ്രതീക്ഷ, ജി സുധാകരന്റെ കാര്യത്തിൽ പോകില്ല എന്നുള്ള പ്രതീക്ഷ CPIM-ന് ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളുടെ ഒക്കെയും പ്രതികരണം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ജി സുധാകരനെ പോലെ പാർട്ടിയുമായി ഇത്ര കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോകുമോ, പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉത്തരം. പക്ഷെ അവിടെ കെ സുധാകരനുമായി ഉദാഹരിക്കുന്നു എന്ന് പറയുമ്പോൾ കെ സുധാകരന് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് പോലും അമ്പലപ്പുഴയിൽ കേരളത്തിലൊന്നാകെ CPIM എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനായി മുന്നിട്ടിറങ്ങിയ ജി സുധാകരൻ ഇല്ല എന്നതുകൂടിയുണ്ട്. അപ്പോൾ അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.